ഹായ് ഫ്രണ്ട്സ്, സാപ്പിഴ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സിനിമ കണ്ടു, തിയേറ്ററിൽ പോയി. ഒരു തെലുങ്ക് സിനിമ, ദേവര പാർട്ട് 1. കൊരട്ടല ശിവ സംവിധാനം ചെയ്ത സിനിമയാണ്. കൊരട്ടല ശിവയുടെ ഇതിനു മുമ്പ് ഞാൻ കണ്ട സിനിമ ഏതാണെന്ന് നോക്കിയാൽ നമ്മുടെ ജനതാ ഗ്യാരേജ്, നമ്മുടെ ലാലേട്ടനെ അതുപോലെ തന്നെ ജൂനിയർ NTR ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. സൂപ്പർ സിനിമയായിരുന്നു കേട്ടോ. തെലുങ്കിൽ നിന്ന് അതുപോലെ ഒരു സിനിമ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അടിപൊളി സിനിമയായിരുന്നു. ലാലേട്ടനൊക്കെ നല്ലൊരു വേഷമായിരുന്നു. ഉണ്ണിമുകുന്ദൻ ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അപ്പോൾ ജൂനിയർ NTRും അതുപോലെ തന്നെ കൊരട്ടല ശിവയും വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമ ദേവര പാർട്ട് 1. സിനിമ കണ്ടു വന്നു, ജീവനോടുണ്ട് അങ്ങനെ പറയാം. എൻ്റെ പൊന്നെ, സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് ജൂനിയർ NTRനെ കൂടാതെ സൈഫ് അലി ഖാൻ ഉണ്ട്, ജാൻവി കപൂറാണ് നായികയായിട്ട് വന്നിട്ടുള്ളത്. പ്രകാശ് രാജ്, നരേൻ, കലയരശൻ, ഷൈൻ ടോം ചാക്കോ, ശ്രീകാന്ത്, ഒരുപാട് താരങ്ങളുണ്ട് കേട്ടോ സിനിമയിൽ. മലയാളികളുണ്ട്. ഷൈൻ ടോം ചാക്കോ എന്തിനോ വേണ്ടി വെറുതെ ഒരു തെലുങ്ക് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ. ഒരു പക്ക ഒരു തെലുങ്ക് സിനിമ, ആക്ഷൻ സിനിമ കാണുന്ന ആ ഒരു ലേഖനത്തിൽ കാണാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് ഹാഫിലാണ് ഈ രണ്ട് ഡബിൾ റോളായിട്ടാണ് വരുന്നത് നമ്മുടെ ജൂനിയർ NTR. ദേവര എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം സൂപ്പറായി ചെയ്തിട്ടുണ്ട്. ആ ഒരു ആക്ഷൻ സീനുകളും, ആക്ഷൻ അടിപൊളി ആക്ഷനാണ്. അതുപോലെ തന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് രക്ഷയില്ല. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് കൊണ്ടാണ് സിനിമ കുറച്ചെങ്കിലും അവിടെ പിടിച്ചിരുത്താൻ പറ്റിയത് എന്നുള്ളതാണ്. അടിപൊളിയായിരുന്നു, അതൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ അങ്ങോട്ട് സ്ക്രിപ്റ്റ് പറ്റ ക്ഷീണം. അപരാധം സ്ക്രിപ്റ്റ്, അപരാധം പെർഫോമൻസ്, അപരാധം ആർട്ട് വർക്ക്, അപരാധം VFX വർക്ക്, എല്ലാം അപരാധം തന്നെ പറയാം. VFX വർക്കൊക്കെ എന്താ കടലിനുള്ള സംഭവങ്ങളാണ് കൂടുതലും കാണിക്കുന്നത്. ഈ കടൽ എന്താ, ഇത് സ്വിമ്മിംഗ് പൂളാണോ, കടലിനെയാണോ, സ്വിമ്മിംഗ് പൂളിനെയാണോ? സ്വിമ്മിംഗ് പൂളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വിമ്മിംഗ് പൂളിൽ സെറ്റ് ഇട്ടാണെന്ന് തോന്നുന്നു. കുറേ സ്രാവുകളിൽ, 2-3 സ്രാവുകളിൽ ഒരു കടൽ, മീനുകളൊന്നുമില്ല കേട്ടോ കടലിൽ. പിന്നെ കുറേ അസ്ഥിക്കൂടങ്ങളുണ്ട്. ചർച്ച ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, കൊരട്ടല ശിവ സിനിമാറ്റിക് യൂണിവേഴ്സിലെ കടലിൽ മത്സ്യങ്ങൾ ഉണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനെയായിരിക്കും, പറയാൻ പറ്റില്ല. ആർട്ട് വർക്കൊക്കെ എന്തെന്നാ വർക്ക്. ഇതിൽ നല്ലപോലെ ഈ ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യും. വീഡിയോ എടുത്തിട്ട് ഗ്രീൻ സ്ക്രീൻ പിറക്കി വെച്ചിട്ട് ഇതിലും അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യും. എഡിറ്റിങ്ങൊക്കെ ശരിക്കും പറയുന്ന അവരാണ്. ടെക്നിക്കൽ സൈഡ് മൊത്തം ശോകം തന്നെ പറയാം. 200-300 കോടിയാണ് ഈ സിനിമയുടെ ബജറ്റ് പറഞ്ഞിരിക്കുന്നത്. ഈ പൈസ കൊണ്ടൊക്കെ എന്താക്കിയതായി വരും എന്നുള്ള ഒരു ഐഡിയയും കിട്ടുന്നില്ല. 30 കോടി ബജറ്റിൽ AR വന്ന് നിങ്ങൾ കണ്ടാലേ പക്ക ക്വാളിറ്റിയിൽ വന്നാലേ. ഇതെന്താണ്, ഇത് സെറ്റിട്ടാണെന്നുള്ള സംഭവം മനസ്സിലായി. ഒരു സ്ഥലത്ത് സെറ്റിട്ടതാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ വേറൊരു അപരാധം എന്ന് പറഞ്ഞാൽ മലയാളം ഡബ്. അയ്യോ, ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ മലയാളം ഡബ് കാണാൻ ശ്രമിക്കരുത്. ബാലയൊക്കെ നാടകത്തിന് കുറ്റം പറയല്ല, ബാലയൊക്കെ അവതരിപ്പിക്കുന്ന പോലെ ഉണ്ട്. അതേപോലെ മലയാളം ഡയലോഗുകൾ. അപരാധം എന്ന് പറഞ്ഞാൽ ഇതുപോലെ അപരാധം ഒന്നുമില്ല. പിന്നെ ജാൻവി കപൂർ സ്ക്രീനിൽ വന്നപ്പോൾ അതൊരു രസമുണ്ടായിരുന്നു. അഭിനയൊന്നും ഒക്കെ ക്ഷീണമായിരുന്നു. പിന്നെ വെറുതെ ആ ഒരു പാട്ടിന് വേണ്ടി, ആ പാട്ട് കൊത്തമല്ലിയുള്ള ആ പാട്ട് വന്നത് തിയേറ്ററൊക്കെ ഒന്ന് ഉണർന്നിരുന്നു എന്നുള്ളതാണ്. അത് കാണാൻ സിനിമയ്ക്ക് പോവാം, ആ രീതിയിലാണ് സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. എനിക്ക് ഇതിന് സെക്കൻഡ് പാർട്ട് കൂടി ഇനി കാണണോ വേണ്ടയോ എന്നുള്ളത്, വരുമോ എന്നുള്ളത് ദൈവത്തിനറിയാം. ഇതുപോലെയാണെങ്കിൽ എനിക്ക് മറ്റേ ക്ഷീണമായിട്ടാണ് തോന്നിയത്. എനിക്ക് തീരെ വർക്കായിട്ടില്ല സിനിമ. സെക്കൻഡ് ഹാഫാണ് പറ്റ ഡൗൺ ആയി പോയ സെക്കൻഡ് ഹാഫാണ്. ക്ലൈമാക്സിൽ ഒരു ചെറിയ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്തിനോ വേണ്ടായിരുന്നു, എന്തിനാ ഇപ്പോൾ സെക്കൻഡ് പാർട്ടൊക്കെ എന്നുള്ളതാണ്. ഇതിൻ്റെ വിജയം പോലെ ഉണ്ടാവും, സെക്കൻഡ് പാർട്ട് എടുക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്കറിയില്ല. അതില്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് ആദ്യം എടുത്തു വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. സെക്കൻഡ് പാർട്ടൊന്നും വേണ്ട. എന്തിനാ ഇതുപോലത്തെ സിനിമകളൊക്കെ? ഇതുപോലത്തെ സിനിമകൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പക്ക ക്വാളിറ്റിയിൽ എടുക്കുക. ഒന്നും പറയുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണാം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എത്താൻ ശ്രമിക്കുക. കടലൊക്കെ എന്താ കടല്. ശരി, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.